6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വയനാട് ജില്ലയിലെ സ്കൂളുകൾ തുറന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറന്നത്. മേപ്പാടി നെടുമ്പാല LP സ്കൂളിലെ വിദ്യാർത്ഥിയുടെ മാതാവിന് നഷ്ടമായ വേദനയിലാണ് സഹപാഠികളും അധ്യാപകരും. മുണ്ടക്കൈ ഞങ്ങളുടെ വീടിനടുത്താണ്. അതിനാൽ ഞങ്ങളുടെ തോട് നിറഞ്ഞ വീട്ടുമുറ്റത്തേക്ക് വെള്ളം കയറി. ഞാൻ വല്ലാണ്ട് പേടിച്ചു. മാത്രമല്ല, വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. അവിടുത്തെ ആളുകളെ എങ്ങനെ സഹായിക്കുമെന്നോർത്ത്. 3ാം ക്ലാസ്സിലെ നിവേദിയുടെ ഡയറി കുറിപ്പാണിത്. അത്രമേൽ നോവു പടർത്തി കുഞ്ഞു ഹൃദയങ്ങളിൽ ഈ ദുരന്തം. മഴയെ തുടർന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷിച്ച കുരുന്നുഹൃദയങ്ങൾ ഇന്ന് തേങ്ങുകയാണ്. സുഹൃത്തിന്റെ മാതാവിനെ നഷ്ടപ്പെട്ട വേദനയിൽ. പ്രീ പ്രൈമറിയിലെ ഒരു കുട്ടിയുടെ കുടുംബത്തിനാണ് ഇത് ബാധിച്ചത്. കുട്ടിയുടെ ഉമ്മയുടെ വീട് ഈ മുണ്ടക്കൈ ഭാഗത്തായതുകൊണ്ട് കുട്ടിയുടെ ഉമ്മയും ഉമ്മയുടെ കുടുംബത്തിലുള്ള ആളുകളും മിസ്സിംഗ് ആണ്. മറ്റ് കുട്ടികളെയൊന്നും ബാധിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഈ വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിൽ സംഭവിച്ച ഈ ദുരന്തം വളരെ വേദനാജനകമാണ്. പ്രത്യേകിച്ച് 2 വിദ്യാലയങ്ങൾ, വെള്ളാർമല സ്കൂളും മുണ്ടക്കൈ സ്കൂളും തിരിച്ചു പിടിക്കാനാകാത്ത വിധം തകർന്നിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വളരെ സങ്കടമാണ്. 6 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിലെ സ്കൂളുകൾ ഇന്ന് തുറന്നത്. ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നതിനാൽ മേപ്പാടി പഞ്ചായത്തിലെ മറ്റു സ്കൂളുകൾ തുറന്നിട്ടില്ല. കളിയും ചിരിയും പഠനവും നിറഞ്ഞ പഴയ സ്കൂൾ അന്തരീക്ഷം തിരിച്ചുപിടിക്കാൻ തയ്യാറെടുക്കുകയാണ് അധ്യാപകർ. 24 വയനാട്.